I think I loved you in another life, where I was the sea and you were the shore. Like the tourist comes back to the beach, I come back to you for more and more and more. 'Cause you hold in my tide, I would die 1,000 times just to see you in another life. I think I loved you in 1,000 ways, 'cause you remain stagnant on my troubled days. No matter how far I drift away, you'll be there when I come back one day. വെൽക്കം ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. അപ്പോൾ ഇത് മാധവ് ആൻഡ് കൃഷ്ണയുടെ സംഗീത് നൈറ്റാണ്. സോ ഈ അവസരത്തിന് എല്ലാവരെയും ഒന്നുകൂടെ സ്വാഗതം ചെയ്യാണ്. നമുക്ക് കപ്പിൾസിനെ ഇൻവൈറ്റ് ചെയ്യാം. ടെൻഷനടിച്ച് ചങ്കു പറിച്ച് ചേർന്നൊരു കല്യാണം. തനി തരികിടയല്ല, ഒരു മണകുണയല്ല, പുലിയവനൊരു പുല്ല മുരുകനട. ഇവളൊരു മണിമുല്ല, പുതിയൊരു മഴവില്ല, നിറമെഴുതിയ ചില്ല, പെണ്ണൊരുത്തി. പന്തലാകെ പെയ്യും ചന്തമല്ലേ, ചങ്കുപോലെ ചങ്കും കൂടെയില്ലേ. അവരും അവളും അവരും ഇവരും അവിടെ ഇവിടെ ചിതറി ചിതറി ചിരിതം കടലാൽ മതിയോ പുറപൊന്നണിയോ. നമ്മുടെ ചങ്കന്റെ പെണ്ണിന്റെ ചക്കന് പെണ്ണിന്റെ ചക്കന് നമ്മുടെ ചങ്കന്റെ കല്യാണം കളറാനടാ. നമ്മുടെ ചങ്കന്റെ കല്യാണം കെട്ടുവാനടാ. നമ്മുടെ പെണ്ണിന്റെ കല്യാണം പൊളിയാനടാ. നമ്മുടെ പെണ്ണിന്റെ കല്യാണം കൊലമാസടാ. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ് ബോത്ത് ഓഫ് യു. അപ്പോൾ ഇവരെ കുറിച്ച് കുറച്ച് കൂടുതലായിട്ട് അറിയണ്ടേ? ഇവിടെ എല്ലാവർക്കും ഇവരെ അറിയുന്നതാണ്. എന്നാലും ഡോക്ടർ മാധവ് സെറ്റിൽഡ് ഇൻ UK, സോഷ്യൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലാണ്. ആൻഡ് കൃഷ്ണ ഇൻഫോ പാർക്കിൽ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവരെ കുറിച്ച് പറയുമ്പോൾ ഇത് കംപ്ലീറ്റ് ആവണമെങ്കിൽ ഉറപ്പായിട്ടും ഫാമിലി ഇവിടെ വേണം അല്ലേ? ഏതൊരു പരിപാടിയും ഭംഗിയാവുന്നതും അതിൻ്റെ ഒരു പൂർണ്ണതയിൽ എത്തുന്നതും ഫാമിലി ഒരുമിക്കുമ്പോഴാണ്. അപ്പോൾ ആദ്യം ഞങ്ങളെല്ലാവരും ഏറെ ബഹുമാനത്തോടെ ഞാൻ അമ്മാമ്മയെ ഇങ്ങോട്ട് വിളിക്കുകയാണ്. ഒന്ന് കൈയടിച്ച്. സൂപ്പർ ഹീറോയിൻ അല്ലേ? ഇന്നത്തെ സൂപ്പർ ഹീറോയിൻ അമ്മാമ്മയാണ്. അമ്മാമ്മ കമോൺ. എന്റെ മോൻ നല്ല സ്വഭാവമുള്ള മോനാണ്. കാശ് കൊടുത്തിട്ടില്ല കേട്ടോ. അത്രേ ഉള്ളൂ.
അമ്മാമ അമ്മാമയാണ്. കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിയുന്നില്ല അങ്ങനെ ഒരു സ്നേഹം. അതുകൊണ്ടാണ് അമ്മാമനെ ആദ്യമായിട്ട് ഞാൻ അവിടെ വിളിച്ചത്. അപ്പോൾ അമ്മാമയ്ക്ക് ഒരുപാട് നന്ദി. താങ്ക് യു. കളറാണ് എൻ്റെ അമ്മ. 20 വയസ്സിൽ എൻ്റെ അച്ഛൻ മരിച്ചു. അപ്പോൾ ഞാൻ എന്നിവിടെ നിൽക്കുന്നത് എൻ്റെ അമ്മയാണ്. ഓക്കെ, താങ്ക് യു. കൂടുതലൊന്നും പറയാനില്ല. എനിക്ക് സ്വന്തമായിട്ടൊരു ചേട്ടനില്ല. പക്ഷെ ആ കുറവ് അളിയൻ എന്നെ അറിയിച്ചിട്ടില്ല. അത് എൻ്റെ അളിയൻ. ഓക്കെ, ഇത് എൻ്റെ പെങ്ങള്. എനിക്ക് വേണ്ടി എല്ലാം സാക്രിഫൈസ് ചെയ്ത് നല്ല പഠനം, നല്ല സ്വപ്നങ്ങൾ, നല്ല വിദ്യാഭ്യാസം എല്ലാം ഞാനൊരു പൊസിഷനിൽ എത്തിക്കാണാൻ വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്ത എൻ്റെ ഒരു പെങ്ങള് വന്നിട്ടില്ല, പഠനത്തിൻ്റെ തിരക്കിലാണ്. ഓക്കെ, എൻ്റെ പെങ്ങൾ ഭദ്ര, അളിയൻ രാജീവൻ. വളരെയധികം സന്തോഷമുണ്ട് ചേട്ടൻ ഇങ്ങനെ നിൽക്കുമ്പോൾ. എന്താ പറയുക, അച്ഛനായിട്ട് വളരെ മിസ് ചെയ്യുന്നുണ്ട് അച്ഛനെ. അത് പറയാൻ ഞാൻ അറിയിക്കാൻ പറ്റില്ല അച്ഛൻ എത്രത്തോളം മിസ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അച്ഛനില്ലാത്ത ഒരു കുറവ് എന്നെ ചേട്ടൻ അറിയിച്ചിട്ടില്ല. എൻ്റെ കല്യാണത്തിനായാലും പിന്നെ എൻ്റെ മക്കള് ഒന്നിലും അച്ഛനില്ലാത്തൊരു കുറവ് ചേട്ടൻ എന്നെ അറിയിച്ചിട്ടില്ല. അച്ഛൻ മരിച്ച് കിടക്കുന്ന സമയത്ത് ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് അച്ഛനായിട്ടും ചേട്ടനായിട്ടും ഞാനുണ്ടെന്നു. അത് ഈ നേരം വരെ എൻ്റെ ചേട്ടൻ വളരെ ഭംഗിയായിട്ട് അത് വൃത്തിയായി ചെയ്തു തന്നിട്ടുണ്ട്. എൻ്റെ മക്കളുടെ കാര്യത്തിലായാലും ആദ്യം ഇവർക്ക് എന്താ വേണ്ടതെന്ന് മുഴുവൻ ചെയ്ത് തന്നിട്ടേ പിന്നെ ആരെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നുള്ളൂ. ഇനി വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ട് എൻ്റെ ചേട്ടനും കൃഷ്ണി നല്ലൊരു ജീവിതം നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രണ്ട് വിളിയുടെ അത്രയ്ക്ക് വിലയുള്ള ഒന്നും ഈ ലോകത്തിരിക്കില്ല. ഓക്കെ, ഈ രണ്ട് വിളികളാണ് എൻ്റെ ജീവിതം. ഈ ഒരു രണ്ടുപേരുടെയും ആ ഒരു ശബ്ദമാണ് എൻ്റെ ശ്വാസം. അപ്പോൾ മാധവ കൃഷ്ണ എല്ലാവിധ ആശംസകളും. കുട്ടുമാമൻ വളരെ സന്തോഷം തോന്നുന്നു. ദിലീപാപ്പനും സിമി മേമയും വളരെയധികം സന്തോഷം. നല്ല രീതിയിൽ ജീവിക്കട്ടെ, നല്ല സമാധാനത്തോടെ. മാധവന്റെ കൂടെ എപ്പോഴും മാധവന്റെ എല്ലാ കാര്യത്തിലും കൂടി ഉണ്ടായിട്ടുണ്ട്. ഇനി അതേപോലെ എല്ലാ കാര്യത്തിലും കൂടി ഉണ്ടാവും. അത് നല്ലൊരു ജീവിതം ഉണ്ടായിട്ട് അങ്ങനെ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. കൂടെ ഉണ്ടായിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ മരിക്കുന്നതിന് മുൻപും അച്ഛൻ മരിച്ചതിന് ശേഷവും എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ഒരു കുറവ് കൂടാണ്ട് ചെയ്തു തന്നിരുന്നത് ഞങ്ങളുടെ മേമയാണ്, പാപ്പനുമാണ്. അപ്പോൾ അവരെ ഞങ്ങൾ അത്രയും റെസ്പെക്റ്റോടു കൂടി കാണുന്ന രണ്ട് വ്യക്തികളാണ്. സക്കീർക്ക് ഇവിടെ ഉണ്ടോ? എന്റെ മാധവൻ അത്രയും പറയുന്നു. ആശംസിച്ചു. താങ്ക് യു. എനിക്ക് അളിയൻ പോലെ തന്നെ ആണ് എൻ്റെ ചെറുപ്പം തൊട്ടേ സക്കീർക്ക എന്നല്ല ഞാൻ വിളിക്കുക, ഇക്ക. മാധവനെ പറ്റി പറയുകയാണെങ്കിൽ അവൻ ഭയങ്കര സെൽഫ് മെയ്ഡാണ്. മീൻസ് അവനാരും വളർത്തിയതാണ് അല്ലെങ്കിൽ അവനാരും പഠിപ്പിച്ചതാണെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം അവൻ തന്നെ പഠിച്ചതാണ്. അവൻ തന്നെയാണ് ഇങ്ങനെ ആയിട്ടുള്ളത്. അവൻ ഭയങ്കര സെൽഫ് മെയ്ഡാണ്. അവൻ ഈ ലൈഫിൽ അങ്ങനെ തന്നെ ആയിരിക്കും, അതെനിക്ക് ഉറപ്പാണ്. അതിൽ ഞങ്ങൾക്കൊക്കെ നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഞങ്ങൾക്കൊക്കെ വളരെ സന്തോഷമുണ്ട്. ഞങ്ങളെപ്പോഴും എന്താ പറയുക, ഭയങ്കര അഭിമാനത്തോടു കൂടി പറയുന്ന ആളാണ് മാധവൻ. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ ലൈഫിൽ ഇതൊന്നുമല്ല അവൻ്റെ അച്ചീവ്മെൻറ്റ്സ്. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, മാധവസ് തുടങ്ങിയിട്ടുള്ളൂ, അവൻ്റെ പരിപാടികൾ വരുന്നുള്ളൂ. എല്ലാവരും വെയിറ്റ് ആൻഡ് സീ. എനിക്ക് പറയാനുള്ളത് മാധവന്റെ അച്ഛനെ കുറിച്ചാണ്. കാരണം ഞങ്ങളത് ഒരേ ഏജ് കളിച്ചു വളർന്നതാണ് മാധവന്റെ അച്ഛനും ഞാനൊക്കെ. ശരിക്കും പറഞ്ഞ കളിക്കുളത്തൊരു അറിയപ്പെടുന്ന ഒരു പബ്ലിക് ഫിഗറായിരുന്നു മാധവന്റെ അച്ഛൻ ജോയി. എല്ലാവരും അറിയപ്പെടുന്ന ഒരു നല്ലൊരു എല്ലാവരും ബഹുമാനിക്കുന്ന വ്യക്തിയാണ് മാധവന്റെ അച്ഛൻ. എൻ്റെയൊക്കെ സമപ്രായമാണ് ഞങ്ങൾ ഒരുമിച്ച് കളിച്ചുകൊണ്ടാണ്. അപ്പോൾ പുള്ളീനാണ് എനിക്ക് ഈ സമയത്ത് കൂടുതലും ഓർക്കുന്നത്. ആൾ ഈ സമയത്ത് ഇവിടെ വേണ്ടതായിരുന്നു, പക്ഷെ നമ്മൾ എന്തോ ആൾ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ നിങ്ങൾ രണ്ടുപേർക്കും കൃഷ്ണ ആൻഡ് മാധവ് എല്ലാ ആശംസകളും വരും. അതിന്റെ പേരിനൊപ്പം ഞാൻ വളരെ അഹങ്കാരത്തോട് ചേർക്കുന്ന പേരാണ് സൺ ഓഫ് എൻജോയ്. എൻ്റെ നീൻ്റെ മകനാണിവൻ. വളരെ കൂടിയ. ഓക്കെ, ഇനി നമുക്ക് കൃഷ്ണയുടെ വീട്ടുകാരെന്ന് പരിചയപ്പെട്ടാലോ? കൃഷ്ണ അല്ല അല്ലേ അവിടെ? നിങ്ങൾക്ക് ആരാ? കിച്ചു അല്ലേ? അപ്പോൾ കിച്ചുവിന്റെ ഫാമിലി നമുക്ക് പരിചയപ്പെടാം. അച്ഛൻ ഇവിടെ ഉണ്ടോ? രാധാകൃഷ്ണങ്ങളിനെ ഞാൻ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യാണ്. സ്വാഗതം.
അമ്മേനെ കൂടെ നമുക്കൊന്ന് വിളിക്കാല്ലേ, എന്നിട്ട് ഒരുമിച്ച് നിർത്തവരെ. മൈത്രി ആന്റി ആൻഡ് രാധാകൃഷ്ണങ്ങള്. ആന്റിയുടെ ചിരി നല്ല അല്ലേ, ക്യൂട്ടായിരുന്നു. മാധവനിപ്പോ ഒരു കൊല്ലമായിട്ട് മാധവനെ പരിചയപ്പെട്ടതാണ്. മാധവൻ എന്റെ മോനെ പോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും സംസാരിക്കുമ്പോഴായാലും എല്ലാവരും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. സ്വഭാവമായാലും എല്ലാവരും എന്റെ എല്ലാം. അച്ഛനെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ എൻ്റെ മക്കൾക്ക് ഒരു ഇത് ചെയ്തു കൊടുക്കാൻ എനിക്ക് സാധിച്ചതിൽ ദൈവം വളരെയധികം സാധിപ്പിച്ചു തന്ന ദൈവത്തിനോട് ഞാൻ ഏറ്റവും അധികം നന്ദി പറയണത്. കാരണം ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യം എനിക്ക് എൻ്റെ മക്കളെ നേരിട്ട് കൊടുക്കാൻ സാധിച്ച് അവർക്ക് നല്ലൊരു ജീവിതം അവരെ കൊടുക്കട്ടെ ദൈവം എന്ന് ഞാൻ എപ്പോഴും പറയുള്ളൂ. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഇതുപോലത്തെ ഒരു സ്റ്റേജിൽ കയറി സംസാരിക്കുന്നത്. പിന്നെ ഇപ്പൊ പറഞ്ഞ മാതിരി അങ്ങനെ അത്രയും പാസമുള്ളൊരു ആങ്ങളെന്നല്ല, എപ്പോഴും ഒരു കാര്യത്തിലും വിട്ടുകൊടുക്കാതെ എല്ലാ കാര്യത്തിലും ഇന്നലെ അടക്കം വരെ ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് വരെ മനഃപൂർവ്വം തല്ലൂടിയിട്ട് സന്തോഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയിച്ചിട്ടുള്ള ഒരു ആങ്ങളെയാണ് ഞാൻ. എന്തും ആരോടും മനസ്സ് തുറന്ന് സംസാരിക്കും. ഒന്നും അത് എന്നെ അറിയുന്ന ആൾക്കാർക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആരോടും ഞാനൊന്നും മനസ്സിൽ ഒളിപ്പിച്ച് വെക്കാറില്ല. അത് ഇവന് നന്നായിട്ട് അറിയാം. ഇവന്റെ അടുത്ത് ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞിട്ടുള്ളത് എൻ്റെ ഒരു സ്വഭാവത്തെ പറ്റിയിട്ട്. കാരണം നാളെ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ സംസാരിക്കേണ്ടതും അറിയേണ്ടതും ഞങ്ങൾ തമ്മിലാണ്. ഇത്രയും വർഷം ഞാൻ എൻ്റെ പെങ്ങളായിട്ട് ഞാൻ എന്താണെന്നും ഞാൻ എങ്ങനെയാണെന്നും ഇവൾക്കറിയാം. ഇനി ഏറ്റവും കൂടുതൽ അറിയേണ്ടത് ഇവനാണ്. അപ്പൊ ഇവന്റെ അടുത്ത് ഞാൻ എന്നെ പറ്റി പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യം ഇതാണ്. ഞാൻ എന്തെങ്കിലും വെട്ടി തുറന്ന് പറയുന്നുണ്ടെങ്കിൽ ഒന്നും മനസ്സിൽ വെക്കരുത്. ഒന്നും മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കില്ലേ പറയാ. അങ്ങനെ തന്നെ പറഞ്ഞിട്ടാണ് പെരുമാറിയിട്ടുള്ളത്. അതിപ്പോ ഇവൻ തിരിച്ചാണെങ്കിലും എൻ്റെ അടുത്ത് എന്ത് കാര്യത്തിനും സജഷൻ ചോദിക്കാനാണെങ്കിലും ഈവൻ ഇവള് പറയുന്നതിനേക്കാളും കൂടുതൽ വിശേഷങ്ങൾ ഇടയ്ക്ക് പ്രത്യേകപ്പെട്ടുള്ള എന്തെങ്കിലും വിശേഷങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളതിനെ അറിയിക്കുന്നത് ഇവനായിരിക്കും, കാര്യങ്ങളായിരിക്കും. അപ്പൊ എന്താ പറയാ, ഞങ്ങളുടെ ഫാമിലിയിലേക്ക് ഒരാളും കൂടി എന്നുള്ള എൻ്റെ വലിയൊരു സന്തോഷത്തിലാണ് ഇപ്പൊ ഈ സ്റ്റേജിൽ ഞാൻ നിൽക്കുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സോ ഹെർ ട്വിൻ സിസ്റ്റർ, ഒരു ചെറുപ്പം മുതലേ അവർ ഒരുമിച്ചാണ് വളർന്നത്. സോ ഞാൻ ഈ അവസരത്തില് കൃപ ആൻഡ് ഹെർ ബെറ്റർ ഹാഫ് ജിഷ്ണു ബ്രോ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യാൻ. എല്ലാവർക്കും അറിയാം, കൃഷ്ണൻ ബേബി എനിക്ക് സിസ്റ്ററിലോ പോലെയല്ല, ഫ്രണ്ട്സാണ് ഞങ്ങൾ. ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ്. എന്നെ ബേബി എന്ന് വിളിക്കുക. ഞങ്ങൾ 3 പേരും ബേബി എന്ന് വിളിക്കുക. അപ്പൊ ബേബി ഇതെടുക്കട്ടെ, ബേബി അതെടുക്കട്ടെ, ബേബി എന്താണ് നമുക്ക് പോവാം, എല്ലാ കാര്യത്തിലും എന്താ പറയുക, എല്ലാ കാര്യവും ഷെയർ ചെയ്യാനായാലും ഇപ്പൊ എൻ്റെ കുറെ പേഴ്സണൽ കാര്യങ്ങളായാലും എനിക്ക് ഏറ്റവും ഷെയർ ചെയ്യാൻ പറ്റിയ 2 പേരെ എനിക്ക് കിട്ടിയത്. അതിൽ ഒരാൾ പോയപ്പോ എനിക്ക് ഭയങ്കര എൻ്റെ ഒരു പാർട്ട് പോയ പോലെ തന്നെയാണ്. അപ്പൊ അടുത്ത ആളും എന്നെ വിട്ടിട്ട് ഇത്തിരി അകന്ന് പോകുമ്പോ ഭയങ്കര വിഷമമുണ്ട്. എന്തായാലും അവർക്ക് 2 പേർക്കും നല്ലൊരു ജീവിതം കിട്ടട്ടെ ആശംസിക്കുന്നു. ഞങ്ങള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ UKG തൊട്ടിട്ട് 10th വരെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. പിന്നെ എന്താ പറയാ, ഞങ്ങള് സത്യം പറഞ്ഞ സങ്കടമുണ്ട് വിട്ടു പോണേല്. പക്ഷെ സന്തോഷം അതിലുപരി നല്ലൊരു ലൈഫ് ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഞാനിവിടെ ഇങ്ങനെ നടക്കുന്നൊക്കെ കണ്ടപ്പോഴേ ഏതാ ഈ ചുള്ളം പയ്യുന്ന സന്തോഷമുണ്ട്. എല്ലാവരും ആശംസകളുണ്ട്. ഞങ്ങൾ 6 ആണുങ്ങൾക്ക് ഒരു പെങ്ങളാണെന്നുള്ളത്. ഇവിടെ ഗംഭീര അഹങ്കാരിയാണ്. അഹങ്കാരി തുറന്നു പറയാം. എന്താ കാരണം അറിയാം എന്തുകൊണ്ടാണ്? 6 ആങ്ങളമാരുള്ള ആൾക്കാർ, വേറെ ഒന്നുമില്ല. അത് മാത്രം എനിക്ക് പറയാനുള്ളൂ. വളരെ സന്തോഷമുണ്ട്. ഹലോ, എല്ലാവിധ ആശംസകളും നേരുന്നു. ഡോക്ടർ മാധവനും കൃഷ്ണകുട്ടിക്കും എല്ലാവിധ ആശംസകളും. ഞങ്ങൾക്ക് നല്ലൊരു മരുമകനെ കിട്ടിയത് ഞങ്ങൾക്ക് വളരെയധികം അഭിമാനമുണ്ട്. വേറൊന്നും പറയാനില്ല. ഞങ്ങളുടെ സുന്ദരനും സുന്ദരിക്കും എല്ലാവിധ ആശംസകളും നേരുന്നു.
ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഞാൻ വന്നിട്ട് ഇപ്പൊ 5 ദിവസമായി. എൻ്റെ കൂടെ എൻ്റെ നിഴല് പോലെ എൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് ഇർഫാൻ ഉണ്ട്. എല്ലാ കാര്യത്തിലും ഏത് പാതിരാത്രിക്ക് വിളിച്ചു കഴിഞ്ഞാലും പുലർച്ചെ 2 മണിക്ക് 3 മണിക്കൊക്കെ ഞാൻ വീട്ടിൽ പോണത്. എന്നിട്ട് 5 മണിക്ക് എണീറ്റ് വരും. എന്നെ സേവത്തിലേക്ക് കൊണ്ടുപോകും, അതിരപ്പള്ളിയിലേക്ക് കൊണ്ടുപോകും. എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ നിഴല് പോലെ നിൽക്കുന്ന ചങ്ക് ബ്രോ അല്ല ബ്രോ ഇർഫാൻ സ്റ്റേജിലേക്ക് വിളിക്കണം. ഇർഫാൻ എനിക്ക് വേണ്ടി 2 വാക്ക് പറഞ്ഞില്ലെങ്കിൽ ഇട്ടിക്കും ഞാൻ. കമോൺ. എൻ്റെ പേര് ഇർഫാൻ. എല്ലാവരും ഡിയർ ഫാമിലി മെമ്പേഴ്സ് അപ്പോൾ എല്ലാവരും നിർഫൂന്ന് വിളിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ വിളിക്കണം. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഞങ്ങൾ ഇതുവരെ ഒന്നിച്ചൊരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ നിന്നിട്ട് പഠിച്ചിട്ടുള്ള ബന്ധമല്ല. ചൈൽഡ്ഹുഡ് വളരെ ചെറുപ്പം തൊട്ട് ഉള്ളൊരു ഒരു ക്രിക്കറ്റ് കളി അങ്ങനെ തുടങ്ങിയാണ്. മാമൻ്റെ വീട്ടിൽ വെക്കേഷന് വരുന്ന ഞാനും അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അന്ന് തൊട്ടുള്ള ഒരു പരിചയമാണ്. അപ്പോൾ അയാളെ ചെറുപ്പത്തിലൊരു നല്ലൊരു ഓർമ്മ പറയാം. അന്ന് ഇയാൾക്ക് ഞങ്ങൾ ഫുൾ ടൈം കളിക്കുന്ന ആളാണെങ്കിൽ ഇയാളൊരു സമയം കണ്ടെത്തി എൻ്റെ ഒരു ബുക്കൊക്കെ ഉണ്ടാക്കണം കയ്യിൽ, ഏതൊരു ബുക്കൊക്കെ വായിക്കണം. അന്ന് എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പഴയ നരസിംഹം പടത്തില് മോഹൻലാലിൻ്റെ അടുത്ത് ഐശ്വര്യലക്ഷ്മി പറയുന്ന ഡയലോഗ് ഉണ്ട്, നമുക്കിപ്പോൾ ഒന്ന് കാണാൻ കിട്ടുകയുള്ളൂ. ചില വല്ല സ്റ്റേറ്റ് കാറിൽ പോകാനുള്ള ആൾക്കാരുണ്ട്. പറയുകയാണെങ്കിൽ ഞാൻ അന്ന് ഞങ്ങളുടെ ഒരു തോട്ടൊക്കെ വെച്ചാണെങ്കിൽ ഇപ്പോൾ ഡോക്ടർ മാധവദാസ് ജോയ് IAS അങ്ങനെയൊക്കെ ഞങ്ങൾക്കൊക്കെ ഒരു എക്സ്പെക്റ്റേഷൻ വരുന്ന ആളുണ്ട്. എന്നാലും ഡോക്ടർ മാധവദാസ് ആക്കി ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ അദ്ദേഹം ഞങ്ങളൊക്കെ ബുക്കുകൾ വേറെ ലെവലൊരു വ്യക്തിയായിരുന്നു. അപ്പം അമ്മേനേക്കാളും കുറച്ചും കൂടി എനിക്ക് അച്ഛനാണ് നന്നായിട്ട് അറിയാം. ഞാൻ കണ്ടിട്ടുണ്ട് ഞങ്ങൾ ചെറുപ്പം മുതൽ. പിന്നെന്താ പറയുക, അതായിരുന്നു അച്ഛനെ കുറിച്ചുള്ളൊരു എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഒരു ഓർമ്മയിൽ മാധവൻ്റെ അച്ഛൻ. പിന്നെ ഞങ്ങൾ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്ഥിരം വിളിക്കുന്ന ആൾക്കാർ അങ്ങനെയൊന്നും ആയിരുന്നില്ല. പക്ഷെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എനിക്ക് അവൻ്റെ കാര്യങ്ങളും അവൻ എൻ്റെ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയാം. പിന്നെ ഒരു കാലം കഴിഞ്ഞപ്പോൾ ഫോണും കണക്ഷനൊക്കെ ആയി തുടങ്ങിയപ്പോൾ ഒരു മെസ്സേജ് ഇട്ടാൽ എനിക്ക് അപ്പം സ്പോട്ടിൽ വിളിക്കും, എന്താണ് എന്താടാ. പിന്നെ എന്ന് പറഞ്ഞാൽ കുറച്ച് കൂട്ടുകാരെ എനിക്ക് അങ്ങനെ ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ട് കൊണ്ടുനടക്കുന്നുള്ളൂ. അതിൽ 1 2 3 അങ്ങനെയുള്ളൊരു എണ്ണത്തിൽ വയ്ക്കാൻ കൃത്യമായിട്ടുള്ളതിന്. അപ്പോൾ ഒരുപാട് സന്തോഷം ഇങ്ങനൊരു മൊമെൻ്റ് ഉണ്ടായതിന്. പിന്നെ എൻ്റെ സഹോദരി അങ്ങനെ തന്നെ ഇനിയും പറയും. അപ്പോൾ ഞങ്ങൾ തമ്മിൽ അത്രയും ഒരു ബോണ്ടിങ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ കൂട്ടുകാരൻ്റെ വൈഫിനുള്ള ലെവലല്ല ഇപ്പം ഞങ്ങളെ കാണുന്നത് എൻ്റെ സഹോദരി. ഇപ്പം ഞാൻ അങ്ങനെയാണ്, ഇനിയും അങ്ങനെ തന്നെ. നമസ്കാരം. ഞാൻ മാധവനെ കാണുന്നത് 9th സ്റ്റാൻഡേർഡ് മുതലാണ്. 8 ഞാൻ 9ാം ക്ലാസ് ഞാൻ കണ്ടല്ലോ. ഓക്കെ അത് തൊട്ടിട്ട് ഒരു 12th വരെ എല്ലാ കാര്യത്തിലും ഞങ്ങൾ കൂടി ഉണ്ടായിരുന്നു. പിന്നെ അപ്സ് ആൻഡ് ഡൗൺസ് എല്ലാത്തിലും ഞങ്ങൾ കൂടി ഉണ്ടായിരുന്നു. ഇപ്പോൾ എത്തിയത് ഒരു ബെറ്റർ പൊസിഷനിൽ എത്തി. അതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. എല്ലാ കാര്യത്തിലും കൂടി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറയാം, ഞാൻ കൂടുതലും ആളുടെ ഒപ്പം ഡിപ്പെൻഡ് ആയിരുന്നു. അപ്പോൾ അവൻ്റെ ഹോസ്റ്റൽ പാലക്കാട് പഠിക്കുമ്പോൾ ഹോസ്റ്റലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അവനിവിടെ നാട്ടിലെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തുകൊണ്ടിട്ടുണ്ട്. അവരെല്ലാ കാര്യത്തിലും. ഇപ്പോൾ വന്നപ്പോൾ ഞാൻ കുറച്ച് തിരക്കായിരുന്നു. ഞാനിപ്പോൾ വന്നിട്ട് എൻ്റെ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് കാണാൻ പറ്റിയില്ല, എൻ്റെ അമ്മയെ കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എത്തിയതൊക്കെ വളരെയധികം സന്തോഷമുണ്ട് എനിക്ക്. കാരണം അവൻ എന്തൊരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാലും, ഒരു ഹാപ്പി ന്യൂസ് ആണെങ്കിൽ പോലും അറിയിക്കാൻ വൈകി കഴിഞ്ഞാലും ഒരു പ്രതിസന്ധിയാണ്. അത് മറികടക്കണമെന്നുണ്ടെങ്കിൽ വിൽ ബി കോണ്ടാക്ടിങ് മീ, അതെനിക്ക് ഉറപ്പുണ്ട്. അതുപോലെ ഞാൻ നിന്നിട്ടുണ്ട്. ആളും എൻ്റെ ഒപ്പം അതുപോലെ നിന്നിട്ടുണ്ട്. കാരണം എൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും അപ്സ് ആൻഡ് ഡൗൺസിലും കൂടെ നിന്നിട്ടുണ്ട്. ഹീസ് എ വെരി ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ ആക്ച്വലി. ആ ഒരു ഫ്രണ്ട് എന്ന വാക്കിനൊരു അർത്ഥം കൊണ്ടുവന്ന വ്യക്തിയാണ് മാധവദാസ് ജോയ്. എനിക്ക് സംബന്ധിച്ചോളം ഒരു ബ്രദർ, ഒരു മാധവദാസ് ജോയ് എന്ന് പറയുമ്പോൾ ലൈക്ക് അതിന് ഒരുപാട് മീനിങ് ഉണ്ട് എനിക്ക്. ഒരുപാട് നമ്മുടെ എല്ലാ വിഷമത്തിലും എല്ലാത്തിനും കൂടെ നിന്നു. അപ്പോൾ ഇവർ ഫ്യൂച്ചർ ലൈഫും വളരെയധികം ഗംഭീരമാവട്ടെ എന്ന് ഞാൻ വളരെയധികം മനസ്സോടെ ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഓക്കെ, ഇവനാണ് ആ പരിസരത്തെ ഏറ്റവും വലിയ നൻപൻ നമ്മുടെ. ഓക്കെ, മതി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു രാത്രി ഞാൻ നേരുന്നു. എൻജോയ്. പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ ഒരു 10-13 കൊല്ലം മുന്നത്തെ 13-14 കൊല്ലം മുന്നത്തെ ഒരു 7 മാസത്തെ പരിചയം ഞങ്ങൾ തമ്മിലുള്ളൂ. പക്ഷെ അത് ഇത്ര കൊല്ലമായിട്ട് ഞങ്ങളത് കീപ്പ് ചെയ്ത് പോകുന്നുണ്ട്. എന്ത് കാര്യമായാലും നമ്മൾ തമ്മിൽ ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ എന്തായാലും എനിക്ക് കല്യാണത്തിന് എത്താൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് എത്തിയത്. അവനും കൃഷ്ണയ്ക്കും ഓൾ ദി ബെസ്റ്റ് നേരുന്നു. അതായത്
അപ്പൊ ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റിന്റെ ആൻസർ കൃഷ്ണയാണ് ആൻസർ എങ്കിൽ പിങ്ക് ഫ്ലവർ പൊന്തിക്കണം. ആൻസർ MJ ആണെങ്കിൽ വൈറ്റ് ഫ്ലവർ പൊന്തിക്കണം. ഓക്കെ, ആരാണ് ഫസ്റ്റ് ഐ ലവ് യു എന്ന് പറഞ്ഞത്? ഓ, അത് ഞങ്ങൾക്ക് എക്സ്പെക്റ്റഡ് ആയിരുന്നു. എന്നാലും ആ ക്വസ്റ്റ്യൻ അപ്പൊ അതൊരു 10ൽ 1 പേർക്ക് മാർക്ക് കിട്ടിട്ടോ. എല്ലാവരും മാർക്ക് കൗണ്ട് ചെയ്യണേ. രണ്ടാമത്തെ ചോദ്യം, വഴക്കുണ്ടായി കഴിഞ്ഞാൽ ആദ്യം ക്ഷമിക്കുന്നതാരാ? ഓ, ഇത്രയ്ക്ക് മനപ്പൊരുത്തം, അടിപൊളി. ആരാണ് കൂടുതൽ റൊമാൻറ്റിക്? അവരങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു രണ്ടുപേരും റൊമാൻറ്റിക് ആണെന്ന്. അടിപൊളി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആരാണ് കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ്? കറക്റ്റ് ആട്ടോ, അടിപൊളി. നിങ്ങളുടെ ഫോൺ നമ്പർ ബൈ ഹാർട്ട് അറിയുന്ന ആർക്കാണ്? അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ നമ്പർ ബൈ ഹാർട്ട് അറിയോ? ചതി പറ്റിയല്ലോ MJ. ആൾക്ക് നിങ്ങളുടെ നമ്പർ കാണാതെ അറിയില്ല. പോട്ടെ, സാറല്ല, കലാകാരനല്ലാതായി പോയി. പോട്ടെ, നെക്സ്റ്റ്. രണ്ടുപേർക്കും അറിയില്ല. അപ്പൊ ഇവിടുന്ന് പോണതിന് മുമ്പ് ഇവരെ നമുക്ക് ഫോൺ നമ്പർ പഠിപ്പിക്കണം അല്ലേ? പഠിപ്പിക്കാം, നമുക്ക് ഫോൺ നമ്പർ പഠിക്കണേ. നിങ്ങൾ ആരാണ് കലിപ്പൻ കലിപ്പത്തി? കട്ടക്കലിപ്പ്. ആരോ കലിപ്പ്? അപ്പൊ ഈ കാണുന്നല്ല, ഉള്ളിലൊരു കലിപ്പന് ഒളിഞ്ഞടക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ആരാണ് വാ തുറന്നാൽ അടയ്ക്കാത്തത്? ചോദ്യം വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ, ഉത്തരം ഞങ്ങൾക്ക് അറിയാം. അതിപ്പോ, അതായത് അധികം സംസാരിക്കാത്തവര്, അവര് മാത്രമുള്ളപ്പോ കുറെ സംസാരിക്കും. അങ്ങനെ ആരാ വാ തുറന്നാൽ അടയ്ക്കാത്ത ആരാ? ആ, കണ്ട. ഓക്കെ, നിങ്ങളിൽ ആരാണ് കൂടുതലും മണ്ടത്തരങ്ങൾ ചെയ്യുന്നത്? ഞങ്ങൾ രണ്ടുപേരും മണ്ടന്മാരാണ്, അതിൽ ഞങ്ങൾക്ക് ഒരു തർക്കമില്ല. അടിപൊളി. നിങ്ങൾ ആരാണ് നല്ല സിംഗർ? അപ്പൊ ഒരു പാട്ട് പാടണം അല്ലേ? ഒരു പാട്ട് നമുക്ക് പാടിക്കണം, മറക്കരുതേ, പാട്ട് പാടിക്കണം. ഒരു ക്വസ്റ്റ്യൻ കൂടെ, ആരാണ് ദ റിയൽ ട്രബിൾ മേക്കർ? അതായത് പ്രശ്നക്കാരി അല്ലെ പ്രശ്നക്കാരൻ? രണ്ടാളും. അത് ഞാൻ തന്നെയാണെന്നല്ലേ? ഓക്കെ, താങ്ക് യു കസിൻ, സപ്പോർട്ട് ചെയ്തതിന് താങ്ക്സ്. അപ്പൊ നമുക്കൊന്ന് ഉഷാറാക്കിയാലോ? ഒരു ഡാൻസ് ഉണ്ടല്ലോ ആദ്യം തന്നെ. Come on baby, come to me. വരില്ല നീ. നിരാശ കാമുക ലോകത്തിൽ ഒരു പ്രധാനിയായി നിന്നു. പരീക്ഷയിൽ ഞാൻ തുന്നാൻ പാടില്ലേ? സപ്ലികൾ തീർത്തൊരു കൊട്ടാരത്തിൻ മുന്നിൽ പകച്ചു നിന്നു. മാതാപിതാക്കൾ ഗുണ്ടകളായില്ലേ? എളിപ്പനായി വിഷണ്ണനായി ഏകാന്തനായി ഞാൻ നിന്നു. എളിപ്പനായി വിഷണ്ണനായി ഏകാന്തനായി ഞാൻ നിന്നു. Kissy face sent to your phone, but I'm trying to kiss your lips for real. Red hearts, that's what I'm on, yeah. Come give me something I can feel. घुंघरू है तू, मैं तो हूँ पाँव पिया जननननन. पीपल तू, मैं तो हूँ छाँव पिया तभी हूँ मगन. नैनों में बस छब तेरी लहराए, झलके छलके छलके रे. बरसे हल्के हल्के अपने ही रंग में. अपने ही रंग में मुझको रंग दे, धीमे धीमे रंग में मुझको रंग दे, सोधे सोधे रंग में मुझको रंग दे, रंग देना रंग देना रंग देना. अपने ही रंग में मुझको रंग दे, धीमे धीमे रंग में मुझको रंग दे, सोधे सोधे रंग में
സിംഗിങ് ഡുയറ്റ് വേറെ യാരോ കപ്പില ഗോല് ഇവ സിംഗിള സുത്തന ഗേള് സംഗതി എന്നന്ന് കേള് ഇനി ഇവൻ താ ആള് तुमसे मिलके दिल का है जो हाल क्या कहें हो गया है कैसा ये कमाल क्या कहें तुमसे मिलके दिल का है जो हाल क्या कहें हो गया है कैसा ये कमाल क्या कहें दुम तार 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 നന്മകനെ പൊന്മകനെ മുത്തായവനെ നിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്ത് വച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ തുമ്പിട്ട് നില്ല ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും സുല്ല ഇവനെ തൊഴുവാനായെന്നും ജനത്തിരക്ക് കാലം എടുത്തു വച്ചാൽ സ്വർഗം പോലും മണ്ണൽ വീട് రాజమండ్రి రాగమంజరి మాయమ్మ పేరు తలవనోళ్ళు లేరు మేస్తిరి కళాకారుల ఫ్యామిలీ మరి నే గజ్జ కడితే నిద్రపోదు నిండు రాత్రి సొగులాడి స్వప్న సుందరి నీ మడత సూపు మా పటేల మల్లె పందిరి రచ్చరాజ గుండె ఊపిరి నీ వంక చూస్తే గుండెలోన డీరి డిరిడిరి తుపాకి పెంచి ఆమె తింగని చిట్టి మగజాతి నట్ట మడత పెట్టి ఆ కుర్చీని మార్చా పెట్టి ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുകരംഗവേദി മംഗളാരവം ദ്രുതതാളം
ഇന്ദ്രനീലമേഘമെന്റെ ദൂതുപോയ ഹംസമായി മഞ്ഞുരുകിയ മഞ്ചിമിഴിലെ മന്ദഹാസദീപ്തിയോടെ നീ എനിക്കു തുമ്രിയായി മനസ്സുകളുടെ കുളിരരുവികളിൽ ചിലും ചിലും മരതകമഴ മൊഴി തിരയുകയായി മനസ്സുകളുടെ കുളിരരുവികളിൽ ചിലും ചിലും മരതകമഴ മൊഴി തിരയുകയായി ഇനി നിലവിലെ ജലഗലികളിൽ ഉണരുമരിയ പ്രണയ കലിക തിരതുരയിടും ഒരു കടലിലെ ഗസലിൽ അരിയുമലസമായി ഇനി നിലവിലെ ജലഗലികളിൽ ഉണരുമരിയ പ്രണയ കലിക തിരതുരയിടും ഒരു കടലിലെ ഗസലിൽ അരിയുമലസമായി തരാം നിന്റെ തളിർമേനിയാകെ ഞാൻ ഓമനിക്കാം ചാരിച്ച ചന്ദനം ഞാനൊരുക്കാം നിന്റെ തുടുനെറ്റിപ്പൂവിലൊരുമ വയ്ക്കാം അരയിലാടുന്ന പുടവ മൂടുന്നൊരഴകും ഞാനല്ലേ കരളിലാളുന്ന കനലിൽ വീഴുന്ന ശലഭം ഞാനല്ലേ കതിരവനെതിരിടും ഇളമുളം കിളിയുടെ ചിറകിലരികയണയാ ഒരു വല്ലം പൊന്നും പൂവും കരിനീല ചാണ്ടും കണി കാണാ കുന്നിൽ നിന്നും തിരുകോടി പാവും തട്ടും തട്ടാലേവോ താലിക്കെന്തു വില പട്ടോല പൂപ്പന്തൽ കെട്ടാമെട്ടു നില കാണാ കൈതോലേഹോ പൂവിൻ നിന്തു വില കാർഗൂന്തൽ മൂടുമ്പോൾ കണ്ണിൽ ചന്ദ്രകല ഓ ചെറുക്കന്നു ചേരിൽ കുറി വരയ്ക്കാൻ കുറുനില ചേരിൽ ഹരിചന്ദനം കുഴകിൽ മഴ നിറയും തനുപകരം കുളിരെഴുതും തിരനുറകിൽ തകിലടിയിൽ തിമിതോ ഓ കല്യാണ കച്ചേരി പാടാമേടി കച്ചേരിക്കാനും പോരൂ നോടി ചിന്നത്തി പൊരി കൊഞ്ചലെ ചിരി കൊട്ടിത്താ തിരികെ വലുതായ കുഞ്ഞിളമേ കളിവാക്ക് ചൊല്ലിടണേ പണ്ട് കണ്ണു പൊത്തിക്കളി പന്ത് തട്ടിക്കളി എന്ന പോലെ ഇന്നത്തെ കണ്ണുരുട്ടിക്കളി കാത് പൂട്ടിക്കളി അന്ന് പോലെ കളിയൂഞ്ഞാലിലെ കള്ളനിലാഞ്ഞു മേലെ ചെന്ന് വരാന്ന് പാഞ്ഞു പാഞ്ഞു തേഞ്ഞു നാഞ്ഞു പോയ കാലമേ പിള്ളത്തരമേ നീ तू ना शर्माना रे अखिया तेरे ये क्यों कतराए रे
സങ്കടമീ വിധമെന്തിനു തന്നത് സാംബ സദാശിവനെ തുങ്കജടാധര ചന്ദ്രകലാധര ശങ്കര ഭഗവാനെ സങ്കടമീ വിധമെന്തിനു തന്നത് സാംബ സദാശിവനെ ശിവശംഭോ 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 ശംഭോ ശിവശംഭോ 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 ശംഭോ കൂടത്തുള്ള 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 Here we go, take your sorrow back as I do. You know the pressure I will guide you by. It's now or never, much you decide. Come break a leg, yo, fly and ride. In the ulagathil unne vela veera yaar nee podum sattam varu vetri paadu nijidilla ethi nee vaazhdu kaattu tadi podum sattam adai maati kaattu adicha ragam padichu thullam kedachu sorgam araynu kooda madichidumbol udirna virpil podichadellam vidichu nedam കൂടത്തുള്ള ഡാൻസിന്റെ കാര്യത്തിൽ മാത്രമല്ല വട്ടം വലിക്കുന്ന കാര്യത്തിലും രണ്ട് ടീമുകളും ഒട്ടും പുറയിലല്ല. അപ്പൊ നമുക്ക് ഒരുമിച്ച് വട്ടം വലിച്ചാലോ?